വടക്കേക്കാട് ഞെമ്മനേങ്ങാട് ശ്രീമഹാദേവ ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ജീർണോദ്ധാരണം ചെയ്യപ്പെട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ നവീകരണ പ്രതിഷ്ഠാ കലശവും ഉപദേവതാ പ്രതിഷ്ഠകളും മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവീകരണ പ്രതിഷ്ഠാ കലശ മഹോത്സവത്തിന്റെ മുന്നോടിയായി ഫെബ്രുവരി 25-ന് ലക്ഷദ്വീപ് സമർപ്പണം നടത്തിയിരുന്നു. മാർച്ച് 28-ന് തുടങ്ങി ഏപ്രിൽ 2-ന് മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ രാവിലെ 9:05-നും 10:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ മഹാവിഷ്ണുവിന്റെയും ഭദ്രകാളിയുടെയും സർപ്പക്കാവിന്റെയും പ്രതിഷ്ഠ നടത്തും. അതോടുകൂടി നിലവിലെ ശാസ്താവിനെ പുതിയ ശ്രീകോവിലിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കും. നവീകരണ കലശത്തിൽ പാതിരാക്കുന്നത്ത് പ്രസാദ് നമ്പൂതിരി, കക്കാട് ദയാനന്ദൻ നമ്പൂതിരി, പുലിയന്നൂർ ശങ്കരനാരായണൻ, പുത്തിലത്ത് മഹേഷ് നമ്പൂതിരി, പൂങ്ങാട്ട് മുരളി നമ്പൂതിരി, തോട്ടം ശിവകരൻ നമ്പൂതിരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നവീകരണ കലശം നടക്കുന്നത്. മാർച്ച് 28-ന് ആദ്യ ദിവസം വൈകിട്ട് 6:30-ന് നടക്കുന്ന ആചാര്യവരണത്തോടെ പൂജകൾക്ക് തുടക്കമാകും. ഏപ്രിൽ 2-ന് 6-ാം ദിവസം പുലർച്ചെ 5:30 മുതൽ ഗണപതി ഹോമം, മഹാവിഷ്ണുവിന് പ്രസാദ പ്രതിഷ്ഠ, നപുംസക ശിലാപ്രതിഷ്ഠ, വലിയ പാണി, ജീവകലശം ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിക്കൽ, പരാവാഹന, അവസ്ഥാവാഹന, മന്ത്രവാഹന, പ്രതിഷ്ഠ നടത്തുന്ന സമയം ശ്രീ അയ്യപ്പൻ, ഭദ്രകാളി, ഗണപതി എന്നീ ഉപദേവന്മാരുടെയും സർപ്പക്കാവിന്റെയും പ്രതിഷ്ഠ നടത്തും. തുടർന്ന് പ്രത്യേക പൂജകളും ഉച്ചപൂജ, പ്രതിഷ്ഠാബലി, നിത്യനിദാനം നിശ്ചയിക്കൽ, പ്രതിഷ്ഠാ ദക്ഷിണവും നടത്തും. വൈകിട്ട് 5:30 മുതൽ ദർശന പ്രാധാന്യമുള്ള സർപ്പബലിയും അത്താഴപൂജയോടുകൂടി പ്രതിഷ്ഠാദിന ചടങ്ങുകൾ സമാപിക്കും. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ രാത്രി 7 മണി മുതൽ നാടൻപാട്ട്, നാടകം, മിമിക്രി, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, വീരനാട്യം എന്നിവയുമുണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് PV വിജയൻ, സെക്രട്ടറി NR രാജേഷ്, T കൃഷ്ണദാസ്, VN കേശവൻ എന്നിവർ പങ്കെടുത്തു. ഏകദേശം 750-ൽ പരം വർഷങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് പ്രശ്നഗോചരം സൂചിപ്പിച്ചത്. അതിനേക്കാൾ കൂടുതൽ പഴക്കം ഉണ്ടെന്നാണ് പൂർവികരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ മടത്തിൽ മുണ്ടയൂർ മനയാണ് അതിൻ്റെ ഊരാള അവകാശി. പള്ളിപ്പുറത്ത് മന എന്ന ഒരു മന സ്ഥിതി ചെയ്യുകയും ശിവചൈതന്യമുണ്ടെന്ന് അറിയപ്പെടുകയും അങ്ങനെയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. ഞെമ്മനേങ്ങാട് ശിവക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിന്റെയും ഉപദേവതകളുടെയും വിഗ്രഹ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. വയലത്തൂർ താമരക്കുളം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണമൊരുക്കി. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പൂത്താലത്തിൽ നൂറുകണക്കിന് അമ്മമാരും കുട്ടികളും അണിനിരന്നു. തകിൽമേളം അകമ്പടിയായി. ക്ഷേത്ര ഭാരവാഹികളായ മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി, സൂരജ് നമ്പൂതിരി, വിജയൻ പൈറ്റാംകുന്നത്ത്, NR രാജേഷ്, T കൃഷ്ണദാസ്, ശ്യാം തയ്യിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മാതൃസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ച് 28 മുതൽ ഏപ്രിൽ 2 വരെയാണ് ക്ഷേത്രത്തിൽ നവീകരണ കലശവും പ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കുക.